ബസ് തൊഴിലാളികളുടെ ഭാഗത്തു നിന്ന് മാധ്യമപ്രവർത്തന നേരെ ഉണ്ടായ അനിഷ്ട സംഭവം മനഃപൂർവ്വമല്ലെന്നും ഇത് ബസ് തൊഴിലാളികൾക്ക് നേരെ തെറ്റിദ്ധാരണകൾക്ക് വഴിവെച്ചതായും ബസ് തൊഴിലാളി യൂണിയൻ STU. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം തിരൂർ റോഡിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സിൽ നിന്നും തിരൂരിലെ മാധ്യമപ്രവർത്തകനായ രാഹുലിനെയും കുടുംബത്തെയും വഴിയിൽ ഇറക്കിവിടാൻ ബസ് തൊഴിലാളികൾ ശ്രമിച്ചു എന്ന രൂപത്തിൽ വാർത്തകൾ വന്നത്. എന്നാൽ ബസ്സിനുണ്ടായ തകരാർ മൂലമാണ് ഇദ്ദേഹത്തോടും മറ്റു യാത്രക്കാരോടും ബസ് മുന്നോട്ട് പോകുവാൻ കഴിയില്ല എന്നും പുറകിൽ വരുന്ന ബസ്സിൽ തിരൂരിലേക്ക് കയറ്റിവിടാമെന്നും ബസ് തൊഴിലാളികൾ പറഞ്ഞത്. പിന്നെ രാഹുൽ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കഴിഞ്ഞ ദിവസം കോട്ടക്കൽ വെച്ചിട്ടുണ്ടായ ഒരു അനിഷ്ടമായ സംഭവം, അദ്ദേഹത്തിനുണ്ടായ ഒരു വിഷമകരമായ അവസ്ഥ, അത് പല രൂപത്തിൽ തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കുന്നുണ്ട്. ആ തെറ്റിദ്ധാരണകൾ വഴിവെക്കുന്നത് ഇനിയുള്ള കാലത്തെങ്കിലും ആ തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയാണ്. കാരണം ബസ്സിലുണ്ടായ സംഭവം യാഥാർത്ഥ്യം എന്താണ് എന്ന് മറ്റുള്ള ആളുകളെ കൂടി അറിയണം. രാഹുലിനെ കുറ്റപ്പെടുത്തുകയല്ല, അദ്ദേഹത്തിനുണ്ടായ വിഷമം അതൊരു വിഷമം തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. എന്താണോ ആ ഒരു രൂപത്തിൽ പ്രതികരിക്കേണ്ട സാഹചര്യം എന്ന് അദ്ദേഹം ഇപ്പൊ പറയുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലപ്പോൾ ശരിയായിരിക്കാം. ബസ് തൊഴിലാളികളുടെ ഭാഗം വെച്ച് നോക്കുമ്പോൾ അതും ഞങ്ങളെ സംബന്ധിച്ച് ശരിയാണ്. പക്ഷെ ആ ഒരു ശരിയെ രാഹുലിന്റെ വിഷമത്തെ ഞങ്ങൾ മാറ്റി വെക്കുന്നില്ല. രാഹുലിൽ എന്നല്ല, മാധ്യമ പ്രവർത്തകരായാലും ബസ് തൊഴിലാളികളായാലും ഏതൊരു പൊതുജനവും ഈ നാട്ടിൽ സിറ്റിസണാണ്. അവർക്ക് ഉണ്ടാകുന്ന എല്ലാ വിഷമത്തിലും പ്രത്യേകിച്ച് ബസ് തൊഴിലാളികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അന്യായമായി അനീതിയായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഉണ്ടാവാതിരിക്കാൻ കഴിയുന്നതും സംഘടനകളും ബസ് ഉടമ സംഘടനകളൊക്കെ അത് ശ്രമിക്കും. മാത്രമല്ല നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ മേഖലയിലും ഒരു 10-15% ആളുകൾ വേറെ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളാണ്, പ്രശ്നക്കാരാണ്. എല്ലാ തൊഴിൽ മേഖലയിലും ഉണ്ടാവും. ഇപ്പം പോലീസിലായാലും ബസ് മേഖലയായാലും മറ്റേ മാധ്യമപ്രവർത്തനം എന്തായാലും ഒരു വലിയൊരു ശതമാനം നല്ലതുണ്ടാകുമ്പോൾ ഒരു ചെറിയ ശതമാനം കുറച്ചായാലും ഉണ്ടാവും. അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ട്. അതിനാണ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് വരാറുള്ളത്. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ്. ആ കാരുണ്യ പ്രവർത്തനങ്ങൾ പൊതുസമൂഹത്തിലേക്ക് മാധ്യമം എത്തിക്കുന്നുണ്ട്. എല്ലാ മാധ്യമ പ്രവർത്തകരും എത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മള് കൊണ്ടോട്ടി നടത്തിയ സെന്ററുമായി നടത്തിയ ബസ്സിന്റെ എന്നാൽ ബസ്സിന് തകരാറുകൾ ഇല്ല എന്നുള്ള തോന്നലാണ് രാഹുലും കുടുംബവും ബസ്സിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതിരുന്നത്. ബസിന്റെ തകരാർ യാത്രക്കാരന് പൂർണ്ണമായും മനസ്സിലാക്കി കൊടുക്കുവാൻ ബസ് തൊഴിലാളിയുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞതുമില്ല. ഇതുമായി ബന്ധപ്പെട്ട തെറ്റിദ്ധാരണകളാണ് ഇരുഭാഗത്തു നിന്നും സംഭവിച്ചതെന്ന് ബസ് തൊഴിലാളി യൂണിയൻ നേതാക്കൾ മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇദ്ദേഹം ഒഴികെ മറ്റുള്ള യാത്രക്കാരെല്ലാം ബസ്സിൽ നിന്നും ഇറങ്ങി പുറകിൽ വന്ന ബസ്സുകളിൽ പോകുകയും ചെയ്തിരുന്നു. വരുന്ന ബസ്സുകളിൽ കുടുംബവുമായി പോകുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഓട്ടോ വിളിച്ചു തരാമെന്ന് ഇവരോട് ബസ് തൊഴിലാളികൾ പറയുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ വരുന്ന തെറ്റിദ്ധാരണകൾ കൊണ്ട് ബസ് തൊഴിലാളികൾക്ക് നേരെ അനിഷ്ട സംഭവങ്ങളൊന്നും സമൂഹത്തിൽ നിന്ന് ഉണ്ടാകരുതെന്ന് യൂണിയൻ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. മലപ്പുറം പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ STU നേതാക്കളായ റാഫി തിരൂർ, മൊയ്തീൻ കുട്ടി, അൽനാസ് കബീർ തുടങ്ങിയവരും ഉടമ പ്രതിനിധികളായി ഗഫൂർ, നിനു സ്റ്റാർ കരീം, വാക്കിയത്ത് കോയ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് 99 മലപ്പുറം.